ഹായ്, എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫേസ് പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത്. മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് മേക്കപ്പ് സെറ്റിംഗ് പൗഡർ ആയിട്ടും അതുപോലെ മേക്കപ്പ് യൂസ് ചെയ്യാത്തവർക്ക് സാധാരണ ഒരു ടാൽക്കം പൗഡർ പോലെയും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ആവാണ്ട് കിട്ടും. അപ്പം ഈ ഒരു ഫേസ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കൂവപ്പൊടിയാണ്, അല്ലെങ്കിൽ ആരോറൂട്ട് പൗഡർ എന്ന് പറയും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൊടിയാണ് ഈ ഒരു കൂവപ്പൊടി. അപ്പോൾ കൂവപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പകരം കോൺഫ്ലവർ എടുക്കാം. കോൺഫ്ലവറിനേക്കാളും നാച്ചുറലായിട്ടുള്ള സംഭവമാണ് കൂവപ്പൊടി. പക്ഷേ കൂവപ്പൊടി കയ്യിലില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കൂവപ്പൊടി നല്ലൊരു ബേസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഫേസ് പൗഡറിന് ഒരു ബേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂവപ്പൊടി എടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡറാണ് നമ്മുടെ ഈ പൗഡറിന് കളർ കൊടുക്കുന്നത്. അത് മാത്രമല്ല, കൊക്കോ പൗഡർ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സും തരുന്നുണ്ട്. അതായത് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ ഈ കൊക്കോ പൗഡറിലെ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കും. അപ്പം ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഒരു ഷെയ്ഡാണോ വേണ്ടുന്നത് ആ ഒരു ഷെയ്ഡിനനുസരിച്ചിട്ട് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അതായത് ഇപ്പം കുറച്ച് ഡാർക്കായിട്ടുള്ള ആളാണെങ്കിൽ കുറച്ചധികം കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ടി വരും. അതല്ല കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള ആളാണെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറച്ചിട്ടെടുക്കാം. ഇപ്പം ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് നമുക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ എന്നുള്ള അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് സിനമൺ പൗഡറാണ്. അതായത് കറുവപ്പട്ടയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കറുവപ്പട്ട നമ്മൾ ബിരിയാണി മസാലയിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് സിനമണിന്. അപ്പം ഇതിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏറ്റവും കുറവ് അളവിൽ മാത്രമേ ആഡ് ചെയ്യേണ്ടൂ. കാരണം ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കെങ്കിലും സ്കിന്നിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ആക്നെയൊക്കെ സ്കിന്നിലുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്ലംപ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിന്നൊന്ന് തുടുത്ത് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിങ്ങനെ തുടുത്ത് നിൽക്കുമ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസൊക്കെ കാണുന്നത് കുറയും. അതായത് അതിൻ്റെ വിസിബിലിറ്റി കുറയും. അതായത് ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നിലൊക്കെ സ്കിന്ന് തൂങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് റിങ്കിൾസൊക്കെ കൂടുതലായിട്ട് കാണുക. കുറച്ചൊന്ന് പ്ലംപായിട്ട് നിൽക്കുമ്പം നമുക്ക് ഫൈൻ ലൈൻസൊക്കെ കുറച്ചിട്ടേ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിനമൺ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കൈ കൊണ്ടായാലും നല്ലതുപോലെ ഈ കൊക്കോ പൗഡറും കോൺസ്റ്റാച്ചും ഒക്കെ നല്ലപോലെ മിക്സ് ആവണം. എന്നിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ഏത് ഷെയ്ഡാണോ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ആ ഒരു ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമുക്കിപ്പോൾ വൈറ്റ് പൗഡർ മതിയെങ്കിൽ ജസ്റ്റ് കോൺസ്റ്റാർച്ചിൽ ഒരു സ്മെല്ലിന് മാത്രമായിട്ട് നമുക്ക് സിനമൺ പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ആഡ് ചെയ്തിട്ട് നിർത്താം. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പഴയ പൗഡറിൻ്റെ ഡബ്ബയൊക്കെ ഉണ്ടാവില്ല, സ്റ്റോർ ചെയ്ത് വെക്കാം. മോയ്സ്ചർ കടക്കാൻ പാടില്ല. മോയ്സ്ചർ കടന്നു കഴിഞ്ഞാൽ ഇത് കട്ടിയായിട്ട് കേടായി പോകും. അപ്പോൾ സാധാരണ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റ് എഫക്റ്റ് കിട്ടും. പിന്നെ ഈ സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോവും കൂടെ നമുക്ക് കിട്ടും. ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് വരുന്നതാണ്, അല്ലാതെ എന്താ പറയുക കെമിക്കലല്ല.
പിന്നെ അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു പെർഫ്യൂമോ അങ്ങനെയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൊക്കോ പൗഡറിനായാലും സിനമണിനായാലും ഒരു നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഈ പൗഡറിൻ്റെ ഫ്രേഗ്രൻസ്. വേറെ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീട്ടിൽ പൗഡറൊക്കെ ഫേസ് പൗഡറൊക്കെ പ്രത്യേകിച്ച് തീർന്നു പോയവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയും ഇതുപോലുള്ള DIY റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.